ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിശാചിനെ തുരത്താൻ ഖുർആൻ തന്നെയാണ് ഏറ്റവും വലിയ ആയുധം, അതിൽ തർക്കമില്ല. എന്നിട്ടും ആ ഖുർആൻ പാരായണത്തിന്റെ ഇടയിലും പിശാച് കയറി വരും എന്നുള്ളതാണ്. അതാണ് പിശാചിന്റെ മിടുക്ക്. അപ്പൊ എത്ര കണ്ട് കരുതിയിരിക്കണം. അതുകൊണ്ടാണ് സൂറത്തുൽ നഹ്ലിന്റെ 98-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചത്, فَإِذَا قَرَأْتَ الْقُرْآنَ فَاسْتَعِذْ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ. നബിയെ, അങ്ങ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പിശാചിനെ തൊട്ട് അങ്ങ് അള്ളാഹുവിനോട് കാവൽ തേടണേ എന്ന് വിശുദ്ധ ഖുർആൻ. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കാവൽ തേടണമത്രേ. അല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിലും അവന്റെ സ്വാധീനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഖുർആൻ പാരായണം പിശാചിനെ ആട്ടിയോടിക്കാനുള്ളതാണ്, എന്നാലും അതിൻ്റെ അകത്തും അവൻ കയറാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്ര കണ്ട് സൂത്രശാലിയും അത്ര കണ്ട് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു ശത്രുവുമാണ് പിശാചി എന്ന് ഓരോ സത്യവിശ്വാസികളും മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇങ്ങനെ ഖുർആൻ പാരായണത്തിന് മുമ്പ് പിശാചിനെ തൊട്ട് കാവൽ തേടാൻ അഊദു ഓതണം എന്ന് പറയാനുള്ളതിൽ ഒരു ന്യായമുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിന് വ്യാഖ്യാനം കൊടുക്കുന്നത് കാണാം. ഖുർആൻ പാരായണത്തിന് മുമ്പ് ഒരാൾ അഊദു ഓതി പിശാചിനെ തൊട്ട് കാവൽ തേടാൻ പറയാൻ കാരണം, ഈ ആയത്ത് നിസ്കരിക്കാൻ നേരത്ത് നിസ്കാരത്തിന് മുന്നേ ഒളൂ ചെയ്യൂ എന്ന് സത്യവിശ്വാസികളോട് പറഞ്ഞിട്ടുള്ള സൂറത്തുൽ മാഇദയിൽ ഒരു ആയത്തുണ്ട്. ഇദാ ഖുംതും ഇല സ്വലാത്തി ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും എന്ന് തുടങ്ങുന്ന ആയത്ത്. നിസ്കാരത്തിന് മുമ്പ് നമ്മൾ ഒളൂ എടുക്കുന്ന പോലെയാണ് ഖുർആൻ പാരായണത്തിന് മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നത് ഓതുക എന്ന ഒരു താല്പര്യമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പൊ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതിന് ഒരുപാട് മഹത്വമുണ്ട്. രാത്രി കാലങ്ങളിൽ നമുക്ക് ദുസ്വപ്നം അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചെയ്യേണ്ട ചില ചിട്ടകൾ പഠിപ്പിച്ചു കൊടുത്ത് പറയുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നത് ഉരവിടണമെന്ന. നിങ്ങൾ നായ ഓളയിടുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിശാചിനെ തൊട്ട് കാവൽ തേടണേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന വചനമാണത്. ഫഇദാ ഖറഅതൽ ഖുർആൻ ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ടവനായ പിശാചിൽ നിന്നും കാവൽ തേടണം. അശ്ശൈത്വാൻ എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത്. ആരാണത്? അയാളെ കുറിച്ചൊന്ന് ഒരല്പം പരിചയപ്പെടുന്നത് നല്ലതാണ്. ലഅനത്താക്കപ്പെട്ട ഇബ്ലീസാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. പിശാച് വർഗത്തിന്റെ പിതാവാണ് അയാൾ. അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ പ്രമുഖരായ 2 വിഭാഗമാണ് മനുഷ്യരും ജിന്നുകളും. മനുഷ്യരുടെ പിതാവ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പോലെ ജിന്നുകളുടെ പിതാവ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. മനുഷ്യരുടെ പിതാവ് ആദം നബിയാണ് എന്ന പോലെ ജിന്നുകളുടെ പിതാവ് ഇബ്ലീസാണ്. മനുഷ്യരിൽ തന്നെ മുഅ്മിനുമുണ്ട് കാഫിറുമുണ്ട്. ജിന്നുകളിലുമുണ്ട് മുഅ്മിനും കാഫിറും. ജിന്നിലെ മുഅ്മിൻ നമുക്ക് സഹായമാണ്, ജിന്നിലെ കാഫിർ നമുക്ക് ഉപദ്രവമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജിന്നിലെ കാഫിർ മുഅ്മിനായ മനുഷ്യന് ഉപദ്രവമായി വരും. അങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നലകളിൽ നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതവും സാക്ഷ്യപ്പെടുത്തുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബിഹി ഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാഅ മിൻ ദൂനി. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് 50-ാമത്തെ ആയത്ത്. ഇബ്ലീസ് ജിന്നുകളുടെ ജിന്നുവർഗത്തിന്റെ പിതാവാണെന്ന് അല്ലാഹു പറയാം. അഫതത്തഖിദൂനഹു വദുർരിയതഹു. ഇബ്ലീസിനെയും ഇബ്ലീസിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദാസന്മാരും സഹായികളുമാക്കുന്നുവോ?
അപ്പൊ ശൈത്വാൻ എന്ന പദം ജിന്ന് വർഗത്തിലെ കാഫിറിന് ഉപയോഗിക്കുന്നു. ശൈത്വാൻ എന്ന പദം മനുഷ്യവർഗത്തിലും നിഷേധികൾക്ക് ഉപയോഗിക്കുന്നു. ഇത് നമ്മുടെയൊക്കെ പ്രയോഗത്തിലുണ്ട്. ഒന്നുകൂടി പറയട്ടെ, നമ്മൾ സാധാരണ ജിന്നും ശൈത്താനും മാറിപ്പോവും. ജിന്നാണ് യഥാർത്ഥത്തിൽ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. പിശാചിൻ്റെയും അതുപോലെ തന്നെ ശൈത്വാന്റെയും എന്തൊക്കെ പേരിട്ട് വിളിക്കാവുന്നോ, ചാത്തനും, അതിൻ്റെ ഒക്കെ അടിസ്ഥാന വേർഡ് ജിന്ന് എന്നുള്ളതാണ്. അറബി വാക്കായ ജിന്ന് എന്നത് ജന്ന, മറഞ്ഞു നിൽക്ക എന്ന പദത്തിൽ നിന്നാണ്. ഒളിച്ചു നിൽക്ക, കണ്ണിൽ കാണാത്ത ഒരു സൃഷ്ടി എന്നാണ് അതിനർത്ഥം. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു വിഭാഗം സൃഷ്ടികളാണ് അവര്. ഒന്നുകൂടി അപ്പുറത്തേക്ക് കടന്നു പറയാം, ജിന്നുകളെ കുറിച്ചുള്ള പുതിയ പുതിയ പഠനങ്ങൾ നമ്മുടെ മുന്നിൽ സാധ്യമായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, നമുക്ക് അനുമാനിക്കാം, വൈറസ് എന്ന് പറയുന്ന പ്രതിഭാസം. ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അവരെ കൊല്ലാനുള്ള അനുവാദം നമുക്കില്ല, നമുക്ക് കഴിയില്ല. അതിന് ജിന്നുകളെ കൊല്ലാൻ മനുഷ്യന് കഴിയില്ല, പ്രയാസമാണ്. ഒരു ജിന്നിനെ സൃഷ്ടിക്കാനും മനുഷ്യന് കഴിയില്ല. വൈറസ് എന്നതിന് ആധുനിക സയൻസ് കൊടുക്കുന്ന നിർവചനം നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നാണ്. നശിപ്പിക്കാനോ നിർമ്മിക്കാനോ കഴിയാത്തൊരു പ്രതിഭാസം, അത് തന്നെയാണ് ജിന്ന്. നമുക്ക് കാണാൻ കഴിയില്ല, എന്നാൽ വൈറസ് ഇല്ല എന്ന് പറയുന്നില്ല. വൈറസിന്റെ രോഗങ്ങൾ അതിമാരകമാണ്. ചില താരതമ്യങ്ങളിൽ നമുക്ക് വൈറസ് രോഗങ്ങൾ ജിന്നിയായ രോഗങ്ങളായിട്ട് തോന്നാറുണ്ട്. ഈ വിഷയത്തിന്റെ അവസാന ഭാഗത്ത് നമ്മളത് പരാമർശിക്കുന്നതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ വൈറസ് രോഗമാണ് ജോണ്ടിസ്, മഞ്ഞപ്പിത്തം, അത് ജിന്നിയായ പ്രശ്നമാണ്. അതുപോലെ തന്നെ വൈറസ് രോഗമാണ് എയ്ഡ്സ്, ഹ്യൂമൻ ഇമ്മ്യൂണിയോ വൈറസ്, അത് ജിന്നിയായ പ്രശ്നമാണ്. ലാ തജ്ലു അലൽ മഗീബാത്ത് ഫഇന്ന ശൈത്താന യജ്രി മിൻ അഹദികും മജ്റദ് ദമി എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുർവിചാരങ്ങളായി നിൽക്കുന്ന, സ്വന്തം ഭർത്താവ് സമീപത്തില്ലാത്തവരും വൃത്തികെട്ട ചിന്തകളുമായി കഴിയുന്ന പെണ്ണുങ്ങളുടെ അടുക്കൽ നിങ്ങളുടെ തലവെട്ടം കാണല്ലേ, നിങ്ങൾ അവരുടെ അടുക്കൽ തനിച്ചാവല്ലേ. പക്ഷേ ആ സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചാൽ, അങ്ങനെ നിങ്ങളുടെ തലവെട്ടം അവളുടെ മുന്നിലെത്തുകയും അവളുമായി നിങ്ങൾ ഒറ്റയ്ക്കാവുകയും പിന്നീട് അവിടെ അരുതാത്തത് വല്ലതും സംഭവിച്ചാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത്, അതിന്റെ ശേഷം സംഭവിക്കാൻ പോകുന്നത് മൂന്നാമത്തെ കാര്യം, വ്യഭിചാരത്തിലൂടെ വരുന്ന മാരകരോഗമായ എയ്ഡ്സിന്റെ സാധ്യതയാണ്. അബ്സ്റ്റെയിൻ ഫ്രം സെക്സ്വൽ ആക്ടിവിറ്റീസ് ടിൽ മാരേജ്. ലൈംഗിക വീഴ്ചകൾ എയ്ഡ്സിന് കാരണമാണെന്നാണ് പറഞ്ഞത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനത്തെ വൃത്തികെട്ടവളുമായി നിങ്ങളുടെ സമ്പർക്കം സംഭവിക്കുമ്പോ ആ സമ്പർക്കത്തിലൂടെ അവിടെ പിന്നെ വരാനിരിക്കുന്നത്, കേട്ടോ ഹദീസിന്റെ ബാക്കി, ഫഇന്ന ശൈത്താന യജ്രി മിൻ അഹദികും മജ്റദ് ദമി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിൽ ഓരോരുത്തരുടെയും രക്തം സഞ്ചരിക്കുന്നിടത്തുകൂടെ ശൈത്താൻ സഞ്ചരിക്കുന്നു. ഹ്യൂമൻ ഇമ്മ്യൂണിയോ വൈറസ് വരുന്നത് രക്തത്തിലാണ്. വൈറസ് രോഗം വ്യഭിചാരത്തിലൂടെ സംഭവിക്കുന്നു. വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, വ്യഭിചരിക്കാൻ സാധ്യതയുള്ള, ആ ചിന്താഗതിക്ക് സാധ്യത കാണുന്നവളുടെ അടുക്കൽ പോലും ഒരവനും പോകരുത് എന്നാ പറഞ്ഞത്. അങ്ങനെ പോയാൽ പിന്നെ അവിടെ പല അപകടങ്ങളുമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വരാൻ പോകുന്ന മാരകമായ അപകടം എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങളാണെന്നതിലേക്ക് സൂചിപ്പിച്ചു. അതിന്റെ വൈറസ് സഞ്ചരിക്കുന്നത് രക്തത്തിലൂടെയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങൾക്ക്, വൈറസ് രോഗങ്ങൾക്ക് കാരണമായിട്ടുള്ള വൈറസുകളെ നമുക്ക് ഒരു പരിധിവരെ ശൈത്താനുമായി താരതമ്യം ചെയ്യാൻ കഴിയും, ജിന്നുവർഗവുമായി താരതമ്യം ചെയ്യാൻ കഴിയും. ഈ വിഷയം ഒന്നുകൂടി ഞാൻ വിശാലമായി ഈ വിഷയാവതരണത്തിന്റെ അവസാന ഭാഗത്ത് വരും ആഴ്ചകളിൽ എപ്പോഴെങ്കിലും ഞാൻ ഒന്നുകൂടി അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹു നമുക്ക് ഇൽമിൽ ബറക്കത്ത് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, പിശാചെന്ന് വിളിച്ചാലും ശൈത്താൻ എന്ന് വിളിച്ചാലും സർപ്പം എന്ന് വിളിച്ചാലും, അതും കൂടി ചേർത്തോ, സർപ്പം എന്ന് വിളിച്ചാലും നാഗയക്ഷി എന്ന് വിളിച്ചാലും വടയക്ഷി എന്ന് വിളിച്ചാലും കാളി എന്ന് വിളിച്ചാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാത്തൻ എന്ന് വിളിച്ചാലും, ചാത്തൻ മീൻ ശൈത്താൻ ആണ്, ചാത്തൻ ശൈത്താനാണ്. ഇനി കുട്ടിച്ചാത്തനായാലും ഇതൊക്കെ ചാത്തൻ മലയാള വാക്ക് ആയത് ശൈത്താൻ എന്ന വാക്കിൽ നിന്നാണ്. ചാത്തൻ അത് എന്ത് സാധനാണെങ്കിലും അതിന്റെ ബേസ് ആരാണ്? പറയൂ, ജിന്ന് ആണ്.
ജിന്നാണ്. ജിന്നിനെ ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പല പ്രമുഖരായ പണ്ഡിതരും രേഖപ്പെടുത്തുന്നതായി കാണാം. ഒന്നുകൂടി പറയാം. ആദം അലൈഹിസ്സലാം മനുഷ്യവർഗത്തിന്റെ പിതാവായതുപോലെ ജിന്നുവർഗത്തിന്റെ പിതാവ് ഇബ്ലീസാണെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫ്. ജിന്നുവർഗത്തിലെ നിഷേധികൾക്കും അല്ലാഹുവിനെ വഴിപ്പെടാത്തവൻക്കും ജിന്നുവർഗത്തിൽ ശൈത്താൻ എന്ന് പറയപ്പെടുന്ന പോലെ മനുഷ്യവർഗത്തിലും അതുപോലെയുള്ള നിഷേധിക്ക് എന്തെന്ന് പറയാം? ശൈത്താൻ എന്ന് പറയാം. പിന്നെ നമ്മളത് അങ്ങോട്ട് പറയണില്ല എന്നുള്ളൂ. ഒരു വൃത്തികെട്ടവനെ കാണുമ്പോൾ എന്നാൽ ഇടക്കൊന്ന് പറഞ്ഞു പോകും ശൈത്താനെ എന്ന്. ഇത് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഇത് അല്ലാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ ശയാതീനൽ ഇൻസി വൽ ജിൻ യൂഹി ബഅ്ദുഹും ഇലാ ബഅ്ദിൻ സുഖ്റഫൽ ഖൗലി ഗുറൂറാ വലൗ ശാഅ റബ്ബുക മാ ഫഅലൂ ഫദർഹും വമാ യഫ്തറൂൻ. സൂറത്തുൽ അൻആം. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വ. എല്ലാ പ്രവാചകന്മാർക്കും ശത്രുക്കളെ നാം സംവിധാനിച്ചിരിക്കുന്നു. എല്ലാ പ്രവാചകന്മാർക്കും ശത്രുക്കളെ നാം സംവിധാനിച്ചിരിക്കുന്നു. പ്രവാചകന്മാരുടെ ശത്രുക്കൾ, സത്യത്തിന്റെ ശത്രുക്കൾ ആരാണവർ? ശയാത്തീനൽ ഇൻസി വൽ ജിൻ. ശയാത്തീനൽ ഇൻസ് മനുഷ്യവർഗത്തിലെ ശൈത്താന്മാർ. ആദ്യം അതാ പറഞ്ഞത്. വൽ ജിന്ന് ജിന്നുവർഗത്തിലെ ശൈത്താന്മാർ. അപ്പോ ശൈത്താൻ എന്ന പദം പൈശാചിക സ്വഭാവം കാണിക്കുന്ന മനുഷ്യനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞതാണ്. പൈശാചിക സ്വഭാവം കാണിക്കുന്ന ജിന്നിനെ കുറിച്ച് അത് സ്ഥിരപ്പെട്ടു എന്ന് മാത്രം. രണ്ടിലും പറയാം. ആ ജിന്ന് വർഗത്തിൽ സ്വാലിഹീങ്ങൾ എന്നും ജിന്നെന്ന പേര് നിലനിർത്തി. ജിന്ന് വർഗത്തിലെ സ്വാലിഹീങ്ങൾ എന്നും ജിന്ന് എന്ന പേര് നിലനിർത്തി. സ്വാലിഹീങ്ങളല്ലാത്ത ജിന്നുകൾ ഈ പല പേരുകളിലും അറിയപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ കാഫിറായ ജിന്നുകളാണ് ഈ പറയപ്പെട്ട. ശൈത്താനായാലും യക്ഷിയാണെങ്കിലും എന്തും അതിൽപ്പെടും. ഇനി പ്രേതമൊക്കെ അതിൽപ്പെടോ ഇല്ലെന്നൊക്കെ നിങ്ങൾ ആലോചിച്ചു. അത് എന്തെങ്കിലും ചോദ്യങ്ങൾ തന്നാൽ ഞാൻ ആൻസർ പറയാമെന്നല്ലാതെ അതിലേക്കൊന്നും കടന്നു വരുന്നില്ല. കാരണം തീരില്ലേ. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യവർഗത്തിന്റെ പിതാവ് ആദം നബി എന്ന പോലെ ജിന്നുവർഗത്തിന്റെ പിതാവ് ഇബ്ലീസാണെന്ന് വിശുദ്ധ ഖുർആൻ. ഇനി ഇബ്ലീസിനെ ഒന്ന് പരിചയപ്പെടാം. ആരാ ഇബ്ലീസ്? ഇബ്ലീസ് മലക്കുകളിൽപ്പെട്ട ആളല്ല. ഇബ്ലീസ് ജിന്ന് തന്നെയാണ്. ഒരു സാധ്യതയുമില്ല മലക്കിൽപ്പെടാൻ. മാ കാന ഇബ്ലീസു മിനൽ മലായികതി തർഫതൈൻ. മഹാനായ ഔഫ് റളിയല്ലാഹു അൻഹു ഹസനുൽ ബസ്രിയെ തൊട്ട് ഉദ്ധരിക്കുന്നതായി സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു. ഇബ്ലീസ് ഒരിക്കലും മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല. വഇന്നഹു ലഅസ്ലുൽ ജിന്നി കമാ അന്ന ആദമ അസ്ലുൽ ഇൻസ്. മനുഷ്യന്റെ പിതാവ് ആദം നബി എന്ന പോലെ ജിന്നിന്റെ പിതാവാണ് ഇബ്ലീസ്. ജിന്നിന്റെ ബേസ് ആണ് ഇബ്ലീസ്. ഇബ്ലീസിൽ നിന്നും പിന്നെ പിരിഞ്ഞുണ്ടായതാണ് മറ്റുള്ള ജിന്നുകൾ. ഇബ്ലീസ് അയാളുടെ ജീവിതം മൊത്തത്തിൽ ഒന്ന് നോക്കിയ നൂറ്റാണ്ടുകളുടെ, ആദം നബിയുടെ പ്രായമൊന്നുമല്ല, ആദം നബിയുടെ പ്രായം അല്ലെങ്കിൽ ആദം നബി വരുന്ന കാലം ഒന്നുമല്ല ഇബ്ലീസിന്റെ പ്രായം. അയാൾ എത്രയോ വർഷം, വെറുതെ ഒന്ന് കണക്കൂട്ടി ഏറ്റവും ചുരുങ്ങിയത് 1,00,000 വയസ്സെങ്കിലും അയാൾ ജീവിച്ചിട്ടുണ്ടാവും. ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണല്ലോ. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഏതൊരാളും ആരിലും വിശ്വസിക്കണം, മൂപ്പരെയും വിശ്വസിക്കണം. മൂപ്പരെ കുറിച്ച് എത്ര ആയത്തുകളിലാണ് പറഞ്ഞിരിക്കുന്നത്? ഇല്ലാന്ന് പറയാൻ പറ്റുമോ? മിനിമം ഞാൻ കണക്ക് കൂട്ടിയിട്ട് ഏകദേശം ഈ വിദ്യാർത്ഥിയുടെ പരിമിതമായ അറിവിൽ നിന്നും കണക്ക് കൂട്ടിയിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു 1,00,000 വയസ്സെങ്കിലും ആർക്കുണ്ട്? മൂപ്പർക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം, ചില ഉദ്ധരണികളിലേക്ക് നോക്കാം. ഇബ്ലീസ് എന്ന പദം അബ്ലസ യുബ്ലിസു ഇബ്ലാസ് എന്ന പദത്തിൽ നിന്നാണ്. ഇബ്ലീസ് ശരിക്കും മൂപ്പരുടെ പേരതല്ല. ഏതുപോലെ അബുൽ ഹക്കമിനെ നിങ്ങൾ എല്ലാവരും അറിയും, ലഅനത്തുല്ലാഹി അലൈഹി. അബുൽ ഹക്കമിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പതുക്കൊന്ന് കയ്യുവെക്കാം. അബുൽ ഹക്കമിനെ അറിയോ? അറിയില്ല. അബൂജാഹിലിനെ അറിയോ?
ആ മൂപ്പര് തന്നെയാണ് ആര്? അബുൽ ഹക്കം. ഉമൈർ റളിയല്ലാഹു അൻഹു എല്ലാവരും അറിയും, പക്ഷെ ഉമൈർ എന്നറിയില്ല. അബൂ ഹുറൈറ എല്ലാവരും അറിയോ? ആ ആളെന്നെ. ഇബ്ലീസിന്റെ പേര് ഇബ്ലീസ് എന്നാണ് എങ്കിലും അതത്ര പ്രചാരം നേടിയിട്ട് കുറച്ച് കാലമേ ഉള്ളൂ. അള്ളാഹു അവനെ കുറിച്ച് അങ്ങനെ വിളിച്ചു പറഞ്ഞ, അവന്റെ ആ പേര് എടുത്തു വെച്ചുകൊണ്ട് അള്ളാഹു വിളിച്ചു പറഞ്ഞ ആ സമയം മുതൽക്കാണ് ആ പേരിൽ പ്രചാരം നേടിയത്. ഇബ്ലീസ് എന്ന പദമുണ്ടല്ലോ, ഇബ്ലീസ് എന്ന പദം നിരാശൻ എന്നാണ് അതിനർത്ഥം. അബലസ യുബ്ലിസു ഇബ്ലാസ്, യഇസ യഇഅസു, യഊസ് നിരാശൻ. വകാന മുസ്ലിമൻ ആബിദൻ ത്വാഫ ബിൽ ബൈത്തി 14,000 14,000 കൊല്ലം പരിശുദ്ധമായ കഅബയെ തവാഫ് ചെയ്ത ആബിദായ വ്യക്തിയാണ്. 14,000 കൊല്ലം. ഒരു നബി പോലും അത്രയും ജീവിച്ചിട്ടില്ല എന്നല്ല, എല്ലാ നബിമാരും കൂടി വന്നിട്ട് അത്രയും വർഷവും കൂടി ആയിട്ടില്ല. 14,000 കൊല്ലം അല്ലാഹുവിന്റെ കഅബക്ക് തവാഫ് ചെയ്ത വ്യക്തിയാണ്. ഇബ്ലീസ് എന്ന പദം തന്നെ, ആ പേര് അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ലൗഹുൽ മഹ്ഫൂളിലാണ്. ലൗഹുൽ മഹ്ഫൂളിൽ അയാളുടെ പേര് ഇബ്ലീസ് എന്ന. അയാൾ കഅബ ശരീഫ് തവാഫ് ചെയ്തത് 14,000 വർഷം. വഅബദല്ലാഹ 80,000 അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന വിചാരത്തോടുകൂടെ റബ്ബിന്റെ ഇബാദത്തിൽ ഇബ്ലീസ് ലയിച്ചു കൂടിയത് 80,000 കൊല്ലം. എത്ര? 80,000 കൊല്ലം. 50 അല്ല, 80,000 കൊല്ലം അള്ളാഹുവിനെ ഇബാദത്ത് മാത്രമായി ആ ഒരു ജീവിതം അയാൾക്കുണ്ടായിരുന്നു. 80,000 കൊല്ലം ഇബാദത്തെടുത്ത വ്യക്തി ഈ അവസാന സമയത്താണ് ചീത്തയായിട്ടുള്ളൂ. അപ്പൊ ഏകദേശം ഈ കുറഞ്ഞ കാലങ്ങൾ എല്ലാവർക്കും ഇബ്ലീസ് പാഠമാണ്. ഇബാദത്ത് കൊണ്ട് സ്വർഗത്തിലേക്കോ? ഇവന്റെ ഇബാദത്ത് എന്തൊരു ഇബാദത്തായിരുന്നെന്നറിയോ? എന്തൊരു ഈമാനാണെന്നറിയോ? ഈമാനിൽ വല്ല കുറവുണ്ടോ? ഈമാനിലല്ല പ്രശ്നം, ഹിദായത്തിലാണ് പ്രശ്നം. ഹിദായത്തിലാണ് പ്രശ്നം, ഈമാനിൽ പ്രശ്നമല്ല. ഇബ്ലീസിന് എന്തൊരു ഈമാനാ! ഹിദായത്താ പ്രശ്നം. ഹിദായത്ത് നോക്കിക്കോ, ഹിദായത്തിന്റെ പ്രാധാന്യം നോക്കിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീന അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. ഈ ആയത്തുകൾ ഒന്ന് പഠിച്ചാൽ മതി, ഹിദായത്തിന്റെ പ്രാധാന്യം. ഇബ്ലീസിന് ഇൽമുണ്ട്, ഇബ്ലീസിന് ഈമാനുണ്ട്, ഇബ്ലീസിന് ഇബാദത്തുണ്ട്. നാലാമത്തെ ഒരു കാര്യമുണ്ട്, അതും കൂടി വേണം. ഏതത്? പറയേ. ഹിദായത്ത്. അള്ളാഹു തരട്ടെ. ഹിദായത്ത് ഇല്ലെങ്കിൽ പോയി. ഇൽമുണ്ടായിട്ട് കാര്യമില്ല, ഈമാൻ ഉണ്ടായിട്ട് കാര്യമില്ല, പിന്നെയോ ഇബാദത്ത് ഉണ്ടായിട്ടും കാര്യമില്ല. എന്തും കൂടി വേണം. അല്ലെങ്കിൽ ഈ ആയത്തുകൾ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ? എത്ര ലളിതമായി നമ്മൾ എപ്പോഴും പാരായണം ചെയ്തു പോകുന്നത്. ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഹിദായത്തിന്റെ പ്രാധാന്യം എന്ന് മനസ്സിലാക്കണം. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി. ആ ഗ്രന്ഥം, ആ കിതാബ്, അതിലൊരു സംശയവുമില്ലാതെ അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാ. ഇനി പറയുന്ന വാക്കെന്താ? ഇനി എന്താ പറയണേ? ഹുദൻ. ഹിദായത്ത് ആദ്യം പറഞ്ഞു. ഹുദൻ, ഹുദൽ ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങളുടെ ഹിദായത്ത്. ആദ്യം ഹിദായത്ത് പറഞ്ഞു. ഖുർആൻ തുടങ്ങാനേ ആദ്യം ഹിദായത്ത് പറഞ്ഞു. ഇനി പറയുന്നത് എന്താ? അല്ലദീന യുഅ്മിനൂൻ. ഹിദായത്ത് പറഞ്ഞിട്ടാ ഈമാൻ പറഞ്ഞത്. ഹിദായത്ത് പറഞ്ഞിട്ടാണ് ഈമാൻ പറഞ്ഞത്. യുഅ്മിനൂന ബിൽ ഗൈബ്. ഗൈബിൽ വിശ്വസിക്കുന്നു, അദൃശ്യമായതിൽ വിശ്വസിക്കുന്നു. അദൃശ്യമായതിൽ വിശ്വസിക്കണമെങ്കിൽ അദൃശ്യമായതിനെ കുറിച്ചുള്ള ഇൽമു വേണം. കേവല ഇൽമു വേണം വിശ്വസിക്കണമെങ്കിൽ.
അപ്പൊ ഹുദൻ ലിൽ മുത്തഖീൻ, ഹുദ പറഞ്ഞിട്ടാണ് യുഅ്മിനൂന പറഞ്ഞത്. ഹിദായത്തിന് ശേഷമാണ് ഈമാനും ഇൽമും പറഞ്ഞത്. ഇനിയാണ് അത് കഴിഞ്ഞിട്ടെന്ന് പറയുന്നത്, അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് വയുഖീമൂനസ്സലാ, നിസ്കാരം നിലനിർത്തുന്നവർ. ഇബാദത്തിന്റെയും ഇൽമിന്റെയും ഈമാനിന്റെയും മുമ്പ് ഖുർആൻ പറഞ്ഞത് ഹിദായത്താണ്. ഇബ്ലീസിന് ഹിദായത്ത് ഉണ്ടായില്ല. എങ്ങനെ ഹിദായത്ത് നഷ്ടപ്പെട്ടത്? ഹിദായത്ത് കിട്ടുന്നത് ഒരു വഴിയിലാണ്. ഹിദായത്ത് കിട്ടുന്നത് വഴിയിലാണ്. ഏത് വഴിയില്? ഹിദായത്ത് കിട്ടുന്നത് വഴിയിലാണ്. ആ വഴിയിലേക്ക് ചേർക്കണേ എന്നാ ദുആ ചെയ്യാ. അതേത് വഴിയാ? സിറാത്തുൽ മുസ്തഖീം എന്ന വഴി. ഹിദായത്ത് വഴിയിലാണ് കിട്ടുന്നത്. ആ വഴിയിലേക്ക് ചേർക്കണേ എന്ന് ദുആ ചെയ്യുന്നു നമ്മൾ. എത്ര പ്രാവശ്യം? മിനിമം 17 വട്ടം. എപ്പോ? തലമാന്തിക്കൊണ്ടിരിക്കുമ്പോഴല്ല, പത്രം വായിക്കുമ്പോഴല്ല, ഒളു എടുത്തിട്ട് ഖിബലക്ക് തിരിഞ്ഞു നിന്ന് അല്ലാഹുവിങ്കൽ സർവസ്വവും സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രതിജ്ഞയ്ക്ക് ശേഷം ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു ബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ എന്നിട്ടാണ് ആ ദുആയിലേക്ക് കടന്നു വരുന്നത്. 17 വട്ടം നിർബന്ധമായും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആകെ നിർബന്ധമുള്ള ഒരു ദുആ ഈ ദുആയ. ഏത് ദുആ? ഹിദായത്ത് ചോദിച്ചുകൊണ്ടുള്ള ദുആ. ഹിദായത്ത് ചോദിച്ചുകൊണ്ടുള്ള ദുആ അല്ല. അത് ചോദിച്ചപ്പോ എങ്ങനെയാ ചോദിച്ചത്? എനിക്ക് ഹിദായത്ത് തരണേ എന്നല്ല ചോദിച്ചത്. ഹിദായത്ത് കിട്ടിയവരിലേക്ക് എന്നെ ചേർക്കണേ എന്നാ ചോദിച്ചത്. എനിക്ക് തരണേന്നാണ് ചോദിച്ചത്. എനിക്കൊന്നുമല്ല പറഞ്ഞത്. എങ്ങനെ പറഞ്ഞ്? ഇഹ്ദിനി സിറാത്തുൽ മുസ്തഖീം എന്നാണ് പറഞ്ഞ. ഇഹ്ദി നാ, ഞങ്ങളെ. എന്തിനാ ഈ ഞങ്ങളെ പറഞ്ഞത്? ഒരു സംഘത്തിന് വേണ്ടി ദുആ ഇറക്കുമ്പോ അതിൽ ഈ ദുആ കേൾക്കാത്തവരുണ്ടാവും. അവരുടെ അസാന്നിധ്യത്തിൽ അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. അപ്പൊ ഈ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നുള്ള ദുആ അത് ഉത്തരം കിട്ടൽ നിർബന്ധമായ ദുആയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എത്ര വർഷം നമ്മൾ ചോദിച്ചത്? ഡെയിലി 17 മിനിമം. 17 എന്ന് പറഞ്ഞാൽ കണക്ക് മനസ്സിലായ? ഇനി അതിലും പോയി ചോദിക്കണ്ട. എത്രയാ? സുബൈക്ക് 2 പ്രാവശ്യം, ളുഹറിന് 4, അസറിന് 4, മഗ്രിബിന് 3, ഇശാക്ക് 4. ഇപ്പൊ എത്രേ? എന്താ സുബൈക്ക് 2? എത്ര രൂപയുടെ അരിയാ തിന്നണേന്ന് അറിയാവാ? 42 രൂപയൊക്കെ വില വരില്ലേ? അത്രയും വിലയുള്ള അരി വാങ്ങി തിന്നുന്നവരോട് ഇനി അത് പറയണോ? എൻ്റെ മനുഷ്യന്മാരെ, അരിക്കെങ്കിലും ഒരു വിലയല്ലേ? നമുക്ക് വിലയില്ലെങ്കിൽ സുബൈയുടെ 2 റക്അത്തിൽ 2 ഫാത്തിഹ ഓതിയില്ലേ? അതാണ് പറഞ്ഞത്. ളുഹറിന് അസറിന് എല്ലാം കൂടി കൂട്ടുമ്പോ വഴിയിലാണ് ഹിദായത്ത് കിട്ട. ആരുടെ വഴി? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ, നീ നിഅമത്ത് ചെയ്തവരുടെ വഴി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ വഴി അല്ലാഹ് നിഅമത്ത് ചെയ്ത കുറെ മഹാന്മാരുടെ വഴി എന്നാണ് അതിനർത്ഥം. വഴി എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിനെ കുറിച്ച് അറിയണല്ലോ. വഴി എന്ന് പറഞ്ഞാൽ എന്താ? റോഡ്, അങ്ങനെയാണോ? വഴി എന്നതിന് എന്താ പറയാ നമ്മള്? വഴിയുടെ നിർവചനം അറിയോ? ഞാൻ പറയാം. വഴി എന്നതിന്റെ നിർവചനം പറയാം. കൃത്യമായ ലക്ഷ്യത്തിലേക്കുള്ളതും മുമ്പ് കുറെ ആളുകൾ സഞ്ചരിച്ചതും ഇനി കുറെ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ളതും ഏതോ അതാണെന്ത്? വഴി. വഴിയിലൂടെ തന്നെ പോയാൽ ആ ലക്ഷ്യത്തിലെത്തൂ. അല്ലാഹുവേ, നീ സന്മാർഗത്തിലേക്ക് വഴി നടത്തിയവരുടെ ആ വഴിയിലേക്ക് എന്നെ ചേർക്കണേ എന്നാണ്. ആ വഴിയിലേക്ക് ചേർക്കണം. ആ വഴിയിലൂടെ നടന്നാൽ, ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ ആ ലക്ഷ്യത്തിലെത്തൂ. വഴിയിലൂടെയാണ് ഹിദായത്ത് കിട്ടാം. പുതുമനപ്പറമ്പിലേക്ക് ഇങ്ങനെ ഒരു വഴിയുണ്ട് അല്ലേ? നേരെ ഇവിടുന്ന് ഈ പറമ്പ് ചാടി അപ്പുറത്തെ പറമ്പ് ചാടി അങ്ങനെ അങ്ങ് പോയാലും എവിടെ എത്തും? പുതുമനപ്പറമ്പിൽ എത്തും. അത് വഴിയാണോ? അല്ല. അതിലൂടെ പോയാൽ ഒരു പക്ഷേ എത്താം, എത്താതിരിക്കാം. വഴിയല്ലാത്തത് കൊണ്ട് ലക്ഷ്യത്തിലെത്താം, എത്താതിരിക്കാം. എത്തിയാൽ തന്നെ എത്തേണ്ട സമയത്തിന് എത്താതിരിക്കാം. എത്തിയാൽ തന്നെ എത്തണമെന്ന് പറഞ്ഞ സമയത്തിന് മുമ്പ് എത്തിപ്പോകാം. ഇന്ന സമയത്ത് എത്താവൂ എന്ന് പറഞ്ഞതിന് മുമ്പും എത്തിപ്പോകാം. അതുകൊണ്ടത് വഴിയല്ല.
അത് ഒരിക്കലും സുരക്ഷിതത്വമുള്ളതല്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് ഒരു വര വരച്ചു. ഖത്ത ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖത്ത, പ്രവാചകൻ ഒരു വര വരച്ചു. എന്നിട്ടോ ആ വരയുടെ അപ്പുറത്തും ഇപ്പുറത്തും പ്രവാചകൻ ഫഖത്ത ഖുതൂതൻ യമീനൻ വശിമാല, ആ നേരായ നടുവിലൂടെ വരച്ച വരയുടെ അപ്പുറത്തും ഇപ്പുറത്തും വേറെ കുറെ വര വരച്ചു. എന്നിട്ട് പറഞ്ഞു, ആദ്യം വരച്ച വരയെ കുറിച്ച് ഹാദാ സബീലുള്ളാഹ്, ആദ്യം വരച്ച വരയാണ് അള്ളാഹുവിലേക്കുള്ള നേരായ വഴി. നമ്മൾ വരയ്ക്കുക, ഒരു അഗ്രം ഇപ്പുറത്തൊരഗ്രം, നേരെ ഒരു വര, അതേ രണ്ട് അഗ്രങ്ങൾ വെച്ചിട്ട് ഇനി ഒരു വര വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വളച്ചെടുക്കണം. അകലുന്തോറും വളവ് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് രണ്ട് അഗ്രത്തിലേക്ക് നമുക്ക് ഒരുപാട് വരകളെ സംഘടിപ്പിക്കാൻ പറ്റൂ. ഇത് വളച്ച വരയ്ക്കാവൂ. അതാ റസൂലുള്ളാഹി പറഞ്ഞത്, ആദ്യം വരച്ച നടുവിൽ കിടക്കുന്ന നേരായ വര അതാണ് അള്ളാഹുവിന്റെ മാർഗമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പുറത്തും ഇപ്പുറത്തും വരച്ച വരകള് വഅലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താൻ, ഓരോ വരയുടെ മുകളിലും ശൈത്താനുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ വളഞ്ഞ വഴിയിൽ പിശാചുണ്ട്, നേരായ വഴി, ഈ നേരായ വഴി കിട്ടാത്ത ആളാണ് ഇബ്ലീസ്. ഇനി നോക്കിക്കോ, ഇബ്ലീസ് വഴി പിഴപ്പിക്കുമെന്ന് അള്ളാഹുവിന്റെ മുന്നിൽ ശപഥം ചെയ്തിട്ടുണ്ട്. ഇബ്ലീസ് വഴി പിഴപ്പിക്കുമെന്ന് അള്ളാഹുവിന്റെ മുന്നിൽ ശപഥം ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് നോക്കിക്കോ. ഇബ്ലീസ് എവിടെയാ വഴി പിഴപ്പിക്കാനിരിക്കാൻ? വിശുദ്ധ ഖുർആൻ പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഫബിമാ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം. ഈ മനുഷ്യന്മാരെ മുഴുവനും വഴി പിഴപ്പിക്കാൻ ഞാൻ പോയിരിക്കുന്നത് സിറാത്തകൽ മുസ്തഖീം അവിടെ തന്നെയാണ്. എവിടെ? അള്ളാഹു നമുക്ക് ഹിദായത്ത് തരട്ടെ. അപ്പൊ മൂപ്പർക്ക് അറിയാം എങ്ങനെയാ വഴി പിഴപ്പിക്കേണ്ടതെന്ന്. മൂപ്പർക്ക് അറിയാം. മൂപ്പരെക്കാൾ വലിയ ഉസ്താദില്ല വിഷയത്തിൽ. ചുരുക്കി പറഞ്ഞാൽ, ഇബ്ലീസിന്റെ ഇബാദത്ത് കൊണ്ട് അവന് കഴിയാതെ പോയത്, ഇബ്ലീസിന്റെ ഇൽമു കൊണ്ട് അവന് കഴിയാതെ പോയത്, ഇബ്ലീസിന്റെ ഈമാൻ കൊണ്ട് ഇബ്ലീസിന് കഴിയാതെ പോയത്, ആ കഴിയാതെ പോയത് മുഴുവനും അവന്റെ ഹിദായത്ത് നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. 80,000 കൊല്ലം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തു. എത്ര കൊല്ലം? 80,000 കൊല്ലം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തു. 14,000 കൊല്ലം പരിശുദ്ധമായ കഅബക്ക് തവാഫ് ചെയ്തു. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന ഇബ്ലീസൽ ലഈന കാന ഖാസിനൽ ജന്നത്തി 40,000 സന. 40,000 കൊല്ലം സ്വർഗത്തിന്റെ കാവൽക്കാരൻ ഇബ്ലീസ് ആയിരുന്നു. എത്ര കൊല്ലം സ്വർഗത്തിന്റെ കാവൽക്കാരൻ? സ്വർഗം കണ്ടിട്ടുണ്ടാവില്ലേ? സ്വർഗത്തിന്റെ കാവലിനായി അവനിരുന്നത് 40,000 കൊല്ലം അല്ലാഹു അത് ഏൽപ്പിച്ചിരുന്നു. പിന്നെയോ 80,000 കൊല്ലം മലക്കുകളുടെ കൂടെ നടന്നു. ഒരു നബിക്ക് പോലും അത് കിട്ടിയിട്ടില്ല. എത്ര കൊല്ലം? ഒരു മലക്കല്ല, കോടിക്കണക്കിന് മലക്കുകളുടെ മുന്നിൽ അവൻ 80,000 കൊല്ലം. ചെറിയ പദവിയുമല്ല അവൻ അവിടെ ഉള്ളത്. മലക്കുകൾക്കും ഇബ്ലീസ് ആരായിരുന്നു? ഉസ്താദായിരുന്നു. അങ്ങനെയായിരുന്നു. 80,000 കൊല്ലം മലക്കുകളുടെ കൂടെ നടക്കുമ്പോൾ ഇബ്ലീസ് ആ സമയം പാഴാക്കിയില്ല. മലക്കുകൾക്ക് ഇബ്ലീസ് വഅദ് പറഞ്ഞു കൊടുത്തത് 20,000 കൊല്ലം. എത്ര? 20,000 കൊല്ലം. വസീദൽ കറൂബീന 30,000 സന. കറൂബിയൻ വിഭാഗം, ആ മലക്കുകളുടെ കൂടെ ഇബ്ലീസ് അവരുടെ നേതാവായി, അവരുടെ തലവനായി 30,000 കൊല്ലം ഉണ്ടായിരുന്നു. അത്ര? വസയ്യിദർ റൂഹാനീന 1000 സന. റൂഹാനിയങ്ങളുടെ കൂടെ ഇബ്ലീസ് 1000 കൊല്ലം. വതാഫ ഹൗലൽ അർശി 14,000 സന. അർശിന് ചുറ്റും ഇബ്ലീസ് വലയം ചെയ്തത് 14,000 കൊല്ലം. പിന്നെയും ഒരു 14,000 കൊല്ലം. എവിടെ? അർശിന്റെ ചുറ്റും. മലക്കുകൾക്ക് പോലും കഴിഞ്ഞിട്ടുള്ളത്. അർശും കണ്ടു, സ്വർഗവും കണ്ടു, നരകമൊക്കെ കണ്ടു. പടച്ചമ്പുരാനായിട്ട് സംഭാഷണവും നടത്തി. ഈ വ്യക്തിക്ക് ഈമാനില്ലെങ്കിൽ പിന്നെ ആർക്കാ ഈമാൻ? അവന്റെ ഈമാനൊക്കെ കേൾക്കാം. അവസാന ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, മഹാന്മാർ രേഖപ്പെടുത്തുന്നു, വകാന ഇസ്മുഹു ഫിസ് സമാഇദ് ദുനിയാ അൽ
ആബിദ്. ഒന്നാം ആകാശത്ത് എന്നിട്ട് ഇബ്ലീസിനെ ചോദിച്ചാൽ കാണൂലാരും. ഒന്നാം ആകാശത്ത് ചെന്ന് ഇബ്ലീസിനെ കുറിച്ച് അന്വേഷിച്ചാൽ ആർക്കും അറിയൂല. കാരണം ഒന്നാം ആകാശത്ത് അയാളുടെ പേര് ആബിദ് എന്നാണ്. ആബിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന മൂപ്പരുടെ പേര് ആബിദ് എന്നാ. എവിടെ? ഒന്നാം ആകാശത്ത്. ഒന്നാം ആകാശത്ത് ആബിദ് എന്ന ഒന്നാം ആകാശത്തവന്റെ പേര്. രണ്ടാം ആകാശത്തവന്റെ പേര് സാഹിദ് എന്ന. സാഹിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സർവ്വസുഖങ്ങളും ത്യജിച്ച് ജീവിച്ച മഹാൻ. രണ്ടാം ആകാശത്ത് സാഹിദ് എന്നാ പറയാ. ഇബാദത്തുള്ളതിനോടുകൂടെ പടച്ചവന്റെ പൊരുത്തത്തില് സുഖങ്ങളും സർവ നന്മകളും വേണ്ടെന്ന് വെച്ച് ത്യാഗിയായി ജീവിച്ചു. അതാണ് സാഹിദ്. രണ്ടാം ആകാശത്ത് മൂപ്പര് അങ്ങനെ അറിയാം. മൂന്നാം ആകാശത്ത് ഇബ്ലീസിന്റെ പേര്. മൂന്നാം ആകാശത്ത് അള്ളാഹുവിനെ അറിഞ്ഞവൻ. ഇബാദത്തുണ്ട്, ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ത്യാഗം സഹിക്കുന്ന പദവി സാഹിദ് എന്ന പദവിയുണ്ട്. മൂന്നാം ആകാശത്തേക്ക് കയറിയപ്പോൾ മൂപ്പരെ കുറിച്ച് പിന്നെ അറിയാൻ കഴിയുന്നത് മൂപ്പര് ആരിഫുമാണ്. ഈ രണ്ടും കൂടാതെ അള്ളാഹനെ ശരിക്കും മനസ്സിലാക്കിയ ആള്. നാലാം ആകാശത്തേക്ക് കയറുമ്പോ മൂപ്പരെ വിളിക്കുന്നത് സാഹിദുമാണ്, ആബിദുമാണ്, ആരിഫുമാണ്. വലിയ എന്നാണ് ഇബ്ലീസിന്റെ പേര്. എവിടെ? നാലാം ആകാശത്ത് ഇബ്ലീസ് വലിയാണ്. അഞ്ചാം ആകാശത്തെ ഇബ്ലീസിനെ വിളിക്കുന്നത് തഖീ എന്നാണ്. ഔലിയാക്കളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മുത്തഖീ. ആറാം ആകാശത്തെ ഇബ്ലീസിന്റെ പേര് ഹാസിൽ എന്നാണ്. സ്വർഗത്തിന് കാവൽ നിന്ന മഹാൻ. ഏഴാം ആകാശത്തെ ഇബ്ലീസിന്റെ പേര് അസാസീൽ എന്നാണ്. ലൗഹുൽ മഹ്ഫൂദിൽ അവന്റെ പേര് ഇബ്ലീസ് എന്നാണ്. എത്ര വലിയ മഹത്വമുണ്ടെങ്കിലും ഇബ്ലീസ് ഒരൊറ്റ കാര്യത്തിൽ ഇബ്ലീസ് വിഡ്ഢിയാണ്. എന്ത് വലിയ മഹത്വവും എത്ര വലിയ ഇൽമുണ്ടെങ്കിലും ഇബ്ലീസ് ഒരൊറ്റ കാര്യത്തിൽ വിഡ്ഢിയ. ആ കാര്യത്തെക്കുറിച്ച് അവനൊന്ന് ഓർത്തിരുന്നുവെങ്കിൽ അവനിപ്പം നന്നായേനെ. അള്ളാഹു ആ കാര്യത്തിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ നമുക്കൊക്കെ തരട്ടെ. ആ ഒരു കാര്യത്തിൽ ഇബ്ലീസിന് ഓർമ്മ വന്നിട്ടില്ല. ചിലർക്ക് അങ്ങനെയാണ്, എല്ലാം അറിയാം പക്ഷെ ചില കാര്യത്തിൽ ഓർമ്മ കിട്ടില്ല. ഈ മറവി എന്നത് അള്ളാഹു കൊടുത്തത് അത് വല്ലാത്തൊരു കാര്യമാണ്. ചില സമയത്ത് അനുഗ്രഹവും ചില തരത്തത് ബുദ്ധിമുട്ടുമാണ്. ഇബ്ലീസിന് ഒരു കാര്യത്തിൽ മറവി പറ്റിയിട്ടുണ്ട്. അതാ അവൻ ഇങ്ങനെയായി പോയത്. എന്താണ് ആ കാര്യം എന്നറിയോ? കഅബുൽ അഹ്ബാർ തങ്ങൾ പറയുന്നു, അവൻ അവസാനം എങ്ങനെ ചത്തുപോകുമെന്നതിനെ കുറിച്ച് അവൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അത് ചിന്തിച്ചിരുന്നുവെങ്കിൽ അവൻ ഈ അവസ്ഥയിൽ എത്തുമായിരുന്നില്ല. അവൻ എങ്ങനെയാ അധപ്പതിച്ചത്? മഹാനായ ആദം നബിയെ നിന്ദിച്ചതിന്റെ പേരിൽ. മഹാന്മാരെ നിന്ദിക്കുന്നോടത്ത് തള്ളിപ്പറയുന്നോടത്ത് ഒരാൾക്ക് ഹിദായത്ത് കിട്ടൂല. മഹാന്മാരെ നിഷേധിക്കുന്നിടത്ത് കിട്ടൂല. കാരണമെല്ലാം മഹത്തുക്കളിലൂടെയായി ദീൻ വന്നിട്ടുള്ളത്. അള്ളാഹനെ അറിഞ്ഞതെങ്ങനെയാ? അള്ളാഹുവിനെ അറിഞ്ഞത് മഹാന്മാരിലൂടെയല്ലേ? അല്ല എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ അറിഞ്ഞു? സയ്യിദുനാ റസൂലുള്ളാഹി. അവിടെ നിന്ന് തുടങ്ങാം. ഹബീബായ പ്രവാചകൻ അള്ളാഹുവിനെ കണ്ടു, അല്ലേ? കണ്ടുവന്ന പ്രവാചകൻ കാണാത്ത സ്വഹാബത്തിന് കണ്ടതിനെ കുറിച്ച് പറഞ്ഞു. ആ സ്വഹാബത്തിൽ നിന്നും താബിഈങ്ങൾ അവരെ കണ്ടുപിടിച്ചു. താബിഈങ്ങളിൽ നിന്നും താബിഈങ്ങൾ കണ്ടുപിടിച്ചു. കണ്ടവൻ കാണാത്തവനെ കണ്ടു, കാണാത്തവൻ കണ്ടവനെ കണ്ടു, പിന്നെയും കാണാത്തവൻ അവനെ കണ്ടവനെ കണ്ടു. ഈ രീതിയിലാ പരിശുദ്ധതയിൽ എന്റെ സമുദായത്തിൽ ഒരു വിഭാഗം പിൽക്കാലത്ത് യുദ്ധത്തിന് പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് കാണാം. എന്റെ സമുദായത്തിൽ ഒരു വിഭാഗം പിൽക്കാലത്ത് യുദ്ധത്തിന് പോകും. ഫയുഖാലു ഫീഹിം, അപ്പോൾ അവരെ വിളിച്ചു ചോദിക്കപ്പെടും, ഹൽ ഫീകും മൻ സ്വഹിബൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പുന്നാര നബിയെ കണ്ടവരുണ്ടോ? ഫയുഖാലു നഅം, അപ്പോൾ വിളിച്ച് മറുപടി പറയപ്പെടും, ഉണ്ട്, ഒരാളുണ്ടെന്ന് പറയും. നബിയെ കണ്ടയാളെ പിടിച്ച് മുന്നിൽ നിർത്തും, എന്നിട്ട് യുദ്ധം ചെയ്യും. ഫയുഫ്തഹു ലഹും, ആ യുദ്ധത്തിൽ അവർക്ക് വിജയമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ആരെ കണ്ടാൽ മുന്നിൽ നിന്നു? അള്ളാനെ കണ്ട നബിയെ കണ്ടവൻ മുന്നിൽ നിന്നു.
പിന്നെ ഒരു കാലം വരും, ആ സമയത്ത് ഒരു സംഘം യുദ്ധത്തിന് പോകും. ആ സമയത്ത് അവരോട് വിളിച്ചു ചോദിക്കപ്പെടും, ഹൽ ഫീകും മൻ സാഹിബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ കണ്ടവനുണ്ടോ എന്ന് ചോദിക്കും. ഫയുഖാലു നഅം, ഉണ്ടെന്ന് പറയും. അയാളെ പിടിച്ച് മുന്നിൽ നിർത്തും, യുദ്ധം ചെയ്യും. ആ യുദ്ധവും വിജയിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നബിയെ കണ്ടവനെക്കാളും പുണ്യമാണ്. പിന്നെ ഒരു കാലം വരും, വിളിച്ചു ചോദിക്കപ്പെടും, ഹൽ ഫീകും മൻ സഹിബ സാഹിബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ കണ്ടവനുണ്ടോ? ഫയുഖാലു നഅം, ഉണ്ടെന്ന് പറയും. അയാളെ പിടിച്ച് മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യും. യുദ്ധം വിജയിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ കാണൽ എന്നത് വളരെ പ്രാധാന്യമുണ്ട്, കണ്ടവർക്ക് മഹത്വമുണ്ട്. ഇത് മഹാന്മാരിലൂടെ വരുന്ന ഒരു പരമ്പരയുടെ നിബന്ധനയാ. കണ്ടിട്ടാണ് നമുക്ക് ദീന് കിട്ടിയത്. കേരളത്തില് ദീന് വന്നത് പത്രം വായിച്ചിട്ടല്ല, മാസിക വായിച്ചിട്ടല്ല, ആണോ? അല്ല. ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണത്തിൽ പ്രവാചകൻ പറഞ്ഞല്ലോ, ഫൽയുബല്ലിഗ് ശാഹിദുൽ ഗായിബ, ഇവിടെ വന്ന് ഇതെല്ലാം കണ്ടവൻ ഇവിടെ വന്ന് കാണാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഒട്ടകം തിരിഞ്ഞു നിന്നോടത്തേക്ക് യാത്ര തുടങ്ങി. ഓരോരുത്തരെ യാത്ര തുടങ്ങി. മഹാനായ ഉഖബത്ത് ബിൻ നാഫിഇന്റെ ഒട്ടകം തിരിഞ്ഞു നിൽക്കുന്നത് ഈജിപ്തിന്റെ ഭാഗത്തേക്ക്. വീട്ടിൽ പോയി യാത്ര ചോദിച്ചില്ല. ഉഖബ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്ത സഹാബി, ഈജിപ്ത് കടന്നു, മൊറോക്കോ കടന്നു, സുഡാൻ കടന്നു, അങ്ങറ്റത്തേക്ക് പോയി. മൊറോക്കോയുടെ അറ്റം മുനമ്പിൽ തൊൻസ പട്ടണത്തിന്റെ സമീപത്തെത്തിയപ്പോൾ മെഡിറ്ററേനിയൻ കടലെടുക്കും അറ്റ്ലാന്റിക് മഹാസമുദ്രവും സംഗമിക്കുന്ന ആ ഭാഗത്തെത്തിയപ്പോൾ മുന്നിൽ കടല്, ഇനി അങ്ങോട്ട് യാത്രയില്ല. എത്ര കാലം സഞ്ചരിച്ചു. ആ സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്തു, ഇനി എൻ്റെ ഒട്ടകത്തെ തിരിക്കാൻ എനിക്ക് പ്രയാസ. അള്ളാഹു ആ മഹാൻ അവിടെ വെച്ച് മരണം കൊടുത്തു. ഒരു സഹാബിയുടെ ഒട്ടകം തിരിഞ്ഞുന്നത് ചൈനയുടെ ഭാഗത്തേക്കാണ്. സഞ്ചരിച്ചു. ഹിജ്റയുടെ 27-ാം വർഷം അവിടെയും ഒരു ഖബർ വന്നു. മഹാനായ സയ്യിദന സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. മറ്റൊരു സഹാബിയുടെ ഒട്ടകം തിരിഞ്ഞു നിന്നത് വേറെ ഒരു രാജ്യത്തേക്ക്, ടുണീഷ്യയിലേക്കാണ്. ടുണീഷ്യയിൽ ചെന്നിട്ടോ മഹാനായ ആ സഹാബിയാകട്ടെ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന സമയത്ത് ആ നാട്ടുകാർ മുഴുവനും ആ സഹാബിയെ തള്ളിപ്പറഞ്ഞു. ആ നാട്ടുകാരോട് സംവദിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആ സഹാബി കാട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു. എന്നിട്ടോ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചങ്ങ് പറയാൻ തുടങ്ങി. കാടിന്റെ അകത്ത്, കൊടും വനത്തിന്റെ അകത്ത് ആ സഹാബി പോയി സംസാരിക്കുന്ന പ്രസംഗത്തിന്റെ ആദ്യ വരികൾ തന്നെ ആ നാട്ടുകാരെ അത്ഭുതപ്പെടുത്തി. മഹാനവറുകൾ വിളിച്ചു പറയുകയാണ്, വിഷം ചീറ്റി ചുഴറ്റി നിൽക്കുന്ന സർപ്പങ്ങളോ, കടിച്ചു കീറാൻ വെമ്പി നിൽക്കുന്ന ചെന്നായിക്കൂട്ടങ്ങളെ, ഓ ഹിംസജന്തുക്കളെ, ഇഴജന്തുക്കളെ, ഭീകരമായ അവസ്ഥയിൽ ഈ കാടിന്റെ നടുക്കളത്തിൽ എന്നെ നിർത്തിയിട്ട് എന്റെ ചുറ്റിലും വട്ടം കൂടി നിൽക്കുന്ന വന്യജീവികളെ, ഞാൻ വന്നിരിക്കുന്നത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ നിന്നാണ്. പരിശുദ്ധ ദീന് പറയാൻ വേണ്ടിയിട്ടാ ഞാനിവിടെ വന്നു നിൽക്കുന്നത്. ഈ സഹാബിയുടെ ശബ്ദം കേൾക്കുമ്പോൾ സടകുടഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്ന സർവ്വ വന്യജീവികളും സർപ്പങ്ങളും പാമ്പുകളും എല്ലാം പത്തിവിടർത്തി നിന്നുകൊണ്ട് ആടിയാടി ആ സഹാബിയുടെ ശബ്ദത്തിന്റെ താളത്തിനനുസരിച്ചുകൊണ്ട് പ്രതികരിക്കുന്നത് കണ്ടപ്പോ ആ സഹാബിയെ നാടുകടത്താൻ ശ്രമിച്ച നിഷേധികളായ സമൂഹത്തിന്റെ തലവൻ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ഭാഷ അവർക്ക് അറിയാം. ഇദ്ദേഹത്തിന്റെ ഭാഷ, ഇദ്ദേഹത്തിന്റെ മുന്നിൽ അച്ചടക്കത്തോടുകൂടെ വന്യജീവികൾ നിൽക്കുന്നു. സത്യമെത്തിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട സഹാബത്ത് പോയതെങ്ങനെ? എന്നിട്ടോ ആ സ്വഹാബിയെ ആ നാട്ടിലെ മൂപ്പൻ അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ ആ ഭാഷയിൽ ഈ വന്യജീവികൾ അച്ചടക്കം പ്രാപിക്കുന്നത് കണ്ട് മനസ്സിൽ മാറ്റങ്ങൾ വന്ന ആ നാട്ടുപ്രമാണി കലിമ ചൊല്ലുകയും അത് മുഖേന ആയിരങ്ങൾ ഇസ്ലാമിൽ വരികയും ചെയ്തു. ഒട്ടകം തിരിഞ്ഞു നിന്നത് ടുണീഷ്യയിലാണ്. ആ വനം അന്ന് ആ സഹാബി പ്രസംഗിച്ച വനം ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വലിയ യൂണിവേഴ്സിറ്റി വന്നു എന്നുള്ളതാണ് ചരിത്രം. ഒരു വലിയ യൂണിവേഴ്സിറ്റി ആ വനത്തിലാണ് വന്നത്. മറ്റൊരു സഹാബിയുടെ ഒട്ടകം തിരിഞ്ഞു നിന്നത് ചൈനയുടെ ഭാഗത്തേക്ക് തന്നെ. വഹബ് റളിയല്ലാഹു അൻഹു സഅദ് ബിൻ അബി വഖാസ് പോയ അതേ ചൈനയിലേക്ക്
വഹബിന്റെ ഒട്ടകം പിന്നാലെ. ഇങ്ങനെ ഇരിക്കുന്നോടത്ത് നബിയെ കണ്ടവൻ കാണാത്തവന് കണ്ട നബിയെ കുറിച്ചും നബി പറഞ്ഞതിനെ കുറിച്ചും പറയാമെന്നു. മഹാന്മാരുടെ വഴി അങ്ങനെയാണ്. നമുക്ക് മുന്നേ കടന്നുപോയ സാബിഖീങ്ങൾ മഹാന്മാർ, അവരെ ആദരിക്കാത്തോടത്ത് ഹിദായത്ത് നഷ്ടപ്പെടുമെന്ന് പഠിപ്പിക്കുകയായി ഇബ്ലീസിന്റെ ജീവിതം. അങ്ങനെയാണ്. വിട്ടുപോയെന്ന് ഭവതിക്കുന്ന അർത്ഥിലെ ഒട്ടധികം പേരവരിൽ മുമ്പേ ഹന്തനായന്മാർ തുടങ്ങി കീഴ്പോട്ടുള്ള ഹിന്ദുക്കളായും വരുന്നോരതെ ആട്ടും വിലക്കും വഴി ആട്ടും മറ്റുമേ കൂട്ടർ സഹിച്ചു പൊറൂതി മുട്ടി വിട്ടതാം ഹിന്ദു മതം സാധിയിൽ താനെ കെട്ടോ കഴിഞ്ഞ നമ്പൂരി മതം കേരളത്തെങ്കിൽ മുസൽമാന്മാർ പശ്ചിമ താരങ്ങളിൽ നിന്ന് വൻകടലിൽ ചീരും തിരകൾ കടന്നോ ഹിമാലയമേറിയ വന്നവരേറെയില്ല. കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കവിതയിൽ ചീറും തിരകൾ കടന്നോ ഹിമാലയ മേറിയ വന്നവർ അന്ന് ഏറെയില്ല, അന്ന് വന്നിട്ടുണ്ട്. അപ്പൊ കണ്ടവൻ കാണാത്തവന് കാണിച്ചു കൊടുത്ത ദീനാ നമ്മുടെ ദീൻ. എല്ലാം അങ്ങനെയാണ്. ഹജ്ജ് ചെയ്യാൻ പോകുന്നുവെങ്കിൽ ഞാൻ ചെയ്യുന്നത് കണ്ടു ചെയ്യൂ എന്ന് മുഹമ്മദ് മുസ്തഫ മഹാന്മാരിൽ നിന്നും കണ്ടുപിടിച്ച ദീനാ നമ്മുടെ ദീന്. അതുകൊണ്ടാ റസൂലുള്ളാഹി പറഞ്ഞത്, യാ മഅ്ശറൽ ഖുറാ ഇസ്തഖീമൂ ഫഖദ് സുബിഖതും സബഖൻ ബഈദാ വഇൻ അഖത്തും യമീന വശിമാല ലഖദ് വളൽതും വളാലൻ ബഈദാ. ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. അൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി, ഖുർആനുമായി ജീവിക്കുന്നവരെ നിങ്ങളുടെ ഹിദായത്ത് എവിടെയാണെന്നറിയോ? ഫഖദ് സുബിഖതും സബഖൻ ബഈദാ, നിങ്ങളുടെ മുന്നേ കഴിഞ്ഞു പോയ മഹാന്മാരിലൂടെയാ. അതുകൊണ്ട് അവരെ തള്ളുന്നോടത്ത് ഇബ്ലീസിന് പറ്റിയത് നമുക്ക് പറ്റും. ഇബ്ലീസിന്റെ ജീവിതത്തിന്റെ പാഠം നമ്പർ 1 ആദം നബിയെ തിരസ്കരിച്ചു എന്നുള്ളതാണ്. ഇബ്ലീസ് എന്ന് പറഞ്ഞ വാക്ക് എന്തെന്നറിയോ? ഇബ്ലീസ് എന്ന് പറഞ്ഞ വാക്ക് അല്ലാഹു ചോദിക്കാം, قال فاخبط منها فما يكون لك أن تتكبر فيها فخرج إنك من الصاغرين. നിനക്ക് എന്താടാ അഹങ്കരിക്കാനുള്ളത്? നീ ഇറങ്ങടാ എന്ന് അള്ളാഹു പറഞ്ഞത്. ഇബ്ലീസ് എന്താ അള്ളാഹുവിനോട് പറഞ്ഞത്? എന്താ സുജൂദ് ചെയ്യാത്തത്? ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യും? നീ സൃഷ്ടിച്ച ആദമിനേക്കാളും ഖൈർ ഞാൻ തന്നെയാ. ഈ പറഞ്ഞ മഹത്വമൊക്കെ നോക്കുമ്പോൾ ശരിയാ, ആദം നബി മലക്കുകൾക്ക് വയത് പറഞ്ഞു കൊടുത്തിട്ടില്ല. ആദം നബി ഈ പറഞ്ഞ മാതിരി കഅബ തവാഫ് 14,000 കൊല്ലം ചെയ്തിട്ടില്ല. ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതൊന്നും ഇല്ലാതെ ആദം നബി അലൈഹിസ്സലാം ഇബ്ലീസിന്റെ മുന്നിൽ വലിപ്പക്കുറവ് ഇതിലൊന്നുമല്ല. ഖലഖതഹു, മിനിമം പടച്ചോനെ ഈ സുജൂദ് ചെയ്യാൻ പറയുമ്പോൾ എനിക്കൊരു മാന്യതയില്ലേ? ഇൽമും ഇബാദത്തൊക്കെ അങ്ങോട്ട് പോട്ടെ, അതല്ല. എന്നെ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടിപ്പ് നോക്കണേ. ഞാൻ എന്തുകൊണ്ടും ആദമിനേക്കാളും ഖൈറാണ്. ഞാൻ തീയിനാൽ പടക്കപ്പെട്ടവനും ആദം മണ്ണിനാൽ പടക്കപ്പെട്ടവനാ. ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇബ്ലീസിനെ പടയ്ക്കാൻ തീ മാത്രമേ എടുത്തിട്ടുള്ളൂ. മനുഷ്യനെ പടയ്ക്കാൻ മണ്ണെടുത്തിട്ടുണ്ട്, വെള്ളം എടുത്തിട്ടുണ്ട്, തീ എടുത്തിട്ടുണ്ട്, വായു എടുത്തിട്ടുണ്ട്. ഈ 4-ൽ ഒരു സാധനം മാത്രമേ തീയുള്ളൂ. ഇബ്ലീസ് മുഴുവനും തീയാ. ഈ 4 മണ്ണ്, വായു, വെള്ളം, തീ, ഈ 4 അഫ്ളലായ സാധനം, അഫ്ളലുൽ അനാസിറുൽ അർബഅ എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്ന അഫ്ളലായ സാധനം, ഏറ്റവും ശ്രേഷ്ഠമായത് ഇബ്ലീസ് പറഞ്ഞത് ശരി തന്നെ, തീ തന്നെയാണ്. പക്ഷെ മൂപ്പർക്ക് മറുപടി കൊടുക്കണമല്ലോ. അള്ളാഹു എന്താ ചെയ്തെന്നറിയോ? അള്ളാഹു ചെയ്തത് എന്താണെന്നറിയോ? മണ്ണിൽ സൃഷ്ടികൾക്ക് ഉപകാരവും ഉപയോഗവും കൂടുതലാക്കിയ അല്ലാഹ്, മണ്ണിൽ ഉപകാരവും സൃഷ്ടികൾക്കുള്ള പ്രയോജനങ്ങളും തീയിനേക്കാൾ കൂടുതൽ ഏതിലായി? തീയില്ലെങ്കിലും ഈ 24 മണിക്കൂർ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞു. മണ്ണിൽ പറ്റുമോ? പറ്റൂല. എങ്ങനെ? നമ്മൾ എവിടെ ചവിട്ട? അല്ലാഹു ആ രീതിയിൽ തീയിനേക്കാളും ഉപയോഗം കൂടുതൽ മണ്ണിന് വെച്ചു എന്ന് മാത്രമല്ല, ഈ ലോകത്തിന്റെ ഘടന തന്നെ വന്നത് മണ്ണുകൊണ്ടാണ്. ഈ ലോകത്ത് പിന്നെ വന്നതാണ് മണ്ണ്. മണ്ണ് ആദ്യമില്ല. മണ്ണ്
അൽ ഹാഫിദ് ഇബ്നുൽ ജൗസി തന്റെ സാദുൽ മസീറിൽ ഖുർആൻ വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട് അൽ ബഖറയുടെ തഫ്സീറിൽ, കഅബ ഈ മണ്ണ് വരുന്നതിന് മുന്നേ ലോകത്തുണ്ട്. കഅബ ശരീഫ് മണ്ണ് വരുന്നതിന് മുന്നേ ലോകത്തുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കഅബ ശരീഫ് വന്നിട്ട് 2000 കൊല്ലം കഴിഞ്ഞിട്ടാൽ പിന്നെ ഈ ഭൂമിയിൽ മണ്ണ് വന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സുമ്മ ദഹാഹ മിൻ തഹ്തിഹി എന്ന ഹദീസിൽ കാണാം. മണ്ണ് വന്നത് പിന്നെയാ, കഅബ വന്നിട്ടാ മണ്ണ് വന്നത്. അത്രത്തോളം മണ്ണിന് ഈ ഭൂമിയുമായി ഒരു അകലമുണ്ട്. മണ്ണ് പിന്നെ വന്ന സാധന. ഇബ്ലീസിനെ ബോധ്യപ്പെടുത്തി മണ്ണിന് ഉപകാരമുണ്ടെന്ന്. സൃഷ്ടികളുടെ പ്രയോജനങ്ങൾ തീയിനേക്കാൾ കൂടുതൽ മണ്ണുകൊണ്ട് അല്ലാഹു നടത്തി. തീ കൊണ്ട് കിട്ടുന്ന ഉപയോഗങ്ങളെക്കാൾ കൂടുതൽ മണ്ണുകൊണ്ട് അല്ലാഹു നടത്തി. ഇബ്ലീസിന് മറുപടി കിട്ടിക്കഴിഞ്ഞു. ഒരു ജീവൻ നിലനിൽക്കണമെങ്കിൽ, ഒരു ചെടി മുളച്ചു നിൽക്കണമെങ്കിൽ തീ പറ്റൂല. ഏതെന്നെ പറ്റൂ? ഭൂമിയുടെ സൗന്ദര്യം മുഴുവൻ മണ്ണിലാണ്. ഇനി കടലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ എന്തുണ്ടാവും? കടലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ എന്തുണ്ട്? മണ്ണുണ്ട്. എവിടെയും ഇബ്ലീസിന്റെ മുന്നിൽ അല്ലാഹു ഈ രീതിയിൽ, ഈ അർത്ഥത്തിൽ അല്ലാഹു മറുപടി കൊടുത്തപ്പോൾ അല്ലാഹു പിന്നെ പറയേണ്ടതുണ്ടല്ലോ, ഇറങ്ങടാ പുറത്ത്, നിനക്ക് അഹങ്കരിക്കാൻ വകുപ്പില്ല. കാരണം നീ പോയി നോക്ക്, ഭൂമിയില് മണ്ണിന്റെ പ്രത്യേകത. അവൻ നിന്ന് തർക്കിക്കുന്ന സ്വർഗവും മണ്ണുള്ളതാ. സ്വർഗത്തിന്റെ മണ്ണെന്തോ ഒരു മണ്ണാ. സ്വർഗത്തിന്റെ മണ്ണ് എന്തോ ഒരു ഫലഭൂഷ്ടമായ മണ്ണാണ്. സ്വർഗവാസി ഒരു വിത്തെറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കണ്ണ് ചിമ്മുന്നതിന് മുന്നേ ആ വിത്ത് മുളച്ച് പർവ്വതം പോലെ വളർന്ന് അതിന്റെ കായ്കനികൾ പറിച്ചെടുക്കാൻ വളരെ പെട്ടെന്ന് കഴിയുന്ന ഫലഭൂഷ്ടമായ മണ്ണാണ് സ്വർഗത്തിന്റെ മണ്ണെന്ന് സ്വഹീഹുൽ ബുഖാരി നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ മണ്ണ് അത്ര മഹത്വമുണ്ട് എന്ന് അള്ളാഹു അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അപ്പൊ അള്ളാഹുവിനോട് ഇവൻ പറഞ്ഞു, എന്നാ ഞാൻ തോറ്റു, ഒരു കാര്യം നിന്നോട് ആവശ്യപ്പെടട്ടെ, നിനക്ക് നടത്തി തരോ? അള്ളാഹു പറഞ്ഞു, നീ ചോദിച്ചോ, എന്താ നിന്റെ ആവശ്യം? എന്റെ ആവശ്യം പടച്ചോനെ, ലോകാവസാനം വരെ ജീവിക്കാൻ എനിക്ക് നീ അനുവാദം തരണേ. ദീർഘായുസ് ജിന്ന് വർഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ചുമയില്ല, പനിയില്ല, തലവേദനയില്ല, കാലുവേദനയില്ല. ഇബ്ലീസിന്റെ മക്കൾ ഇവിടെ നിന്നിട്ട് ഒരൊറ്റ ചാട്ടം ചാടി എവിടെ എത്തും? 7ാം ആകാശത്തിൽ അവർക്ക് എത്താൻ കഴിയും. ആ കഴിവുണ്ടായിരുന്നു. ആ കഴിവ് അല്ലാഹു കുറച്ചു. ഇപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ വിവരം അറിയും. എന്താ? നക്ഷത്രങ്ങളിൽ നിന്നുള്ള തീ വെച്ചിട്ട് മലക്കുകൾ എറിയും. അങ്ങനെ എറിയുന്ന ഒരു സംവിധാനം അല്ലാഹു വെച്ചതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ചാടുന്നില്ല. വലിയ കഴിവുള്ളവരാ. ഒന്നുകൂടി പറയാം, ഇബ്ലീസിന്റെ ഉടമ്പടി, റബ്ബുമായുള്ള ഉടമ്പടി, അല്ലാഹുവേ ഞാൻ ഇവരെ വഴിപിഴപ്പിക്കും. മുഖ്ലിസീങ്ങളായ നിന്റെ അടിമകൾ ഒഴിച്ചുവാക്കി എല്ലാവരെയും ഞാൻ വഴിപിഴപ്പിക്കും. അല്ലാഹു മുഖ്ലിസീങ്ങളിൽ നമ്മെ പെടുത്തട്ടെ. അവൻ ഒരുപാട് ചതിപ്രയോഗങ്ങളൊക്കെ ആയി നടക്കുന്നവനാ. അവന്റെ അവസാനം ഇദ്ഹബ് ഫമൻ തബിഅക മിൻഹും ഫഇന്ന ജഹന്നമ ജസാഉകും ജസാഅൻ മഗ്ഫൂറാ എന്ന് അല്ലാഹു പറയുന്നുണ്ട്. ഇബ്ലീസ് അവസാനം നരകത്തിലെത്തും. നരകത്തിലെത്തിയാൽ മൂപ്പർക്ക് പ്രത്യേക സീറ്റ് കാണാം. തീ കൊണ്ടുള്ളത് തന്നെയാണ്, എന്നാൽ അതിന്റെ മുകളിൽ മൂപ്പര് ഇരിക്കുള്ളൂ. കാരണം ഈ നരകത്തിലേക്ക് വന്ന എല്ലാ പാർട്ടിയുടെയും ക്യാപ്റ്റൻ ആരാണ്? മൂപ്പരാണ്. ഈ കണ്ട ആൾക്കാരൊക്കെ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. മൂപ്പരാണ് ആ ഗ്രൂപ്പിന്റെ അമീർ. മൂപ്പര കൊണ്ടുവന്ന് വലിയ കസേരയൊക്കെ ഇട്ട് അല്ലാഹു നരകത്തിലിരുത്തുമെന്ന് ഔക്കമാ റസൂലുള്ളാഹി. മൂപ്പര് അവിടെ ലീഡറാണ്. മഹ്ശറിൽ വെച്ചിട്ട് മൂപ്പര് ഒരു ഒഴിഞ്ഞു മാറലുണ്ട്. വഖാല ശൈത്താനു ലമ്മാ ഖുദിയൽ അംർ ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ് വവഅദ്തുകും ഫഅഖ്ലഫ്തുകും വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ ഇല്ലാ അദഅതുകും ഫസ്തജ്ബ്തും ലി ഫലാ തലൂമൂനി വലൂമൂ അൻഫുസകും മാ അന ബിമുസ്രിഖികും വമാ അൻതും ബിമുസ്രിഖി ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബ്ൽ ഇന്നദ്ദാലിമീന ലഹും അദാബുൻ അലീം. സൂറത്ത് ഇബ്രാഹിം. ഇബ്ലീസ് പറയും,
വിധി നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ പറയത്രേ, തീർച്ചയായും അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് സത്യസന്ധമായ വാഗ്ദാനമാണ്. തീർച്ചയായും അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് വഅദൽ ഹഖ്, സത്യസന്ധമായ വാഗ്ദാനമാണ്. വഅദ്തുക്കും, ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നു. ഫഅഖ്ലഫ്തുക്കും, എന്നിട്ട് ഞാനത് തെറ്റിക്കുകയും ചെയ്തു. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ എൻ്റെ കൂടെ? വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങളുടെ മേലെ എനിക്ക് അധികാരമൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ലാൻ ദഅഉതുക്കും, ഞാൻ നിങ്ങളെ വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാ. ആ സമയത്ത് ഫസ്തജബ്തും ലി, മണ്ടന്മാരെ, നിങ്ങൾ എനിക്ക് ഉത്തരവും ചെയ്തു. ഖുർആനാണിത്. ഞാൻ വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാ. നിങ്ങളെപ്പോലെ ഞാൻ വിളിച്ചിട്ട് വരാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവിടെ, നോക്കി. ആ മഹാന്മാരായ ആൾക്കാരൊക്കെ ഞാൻ വിളിച്ചതാ, ഒരിക്കേ പോയുള്ളൂ. പിന്നെ എനിക്കങ്ങോട്ട് പോകേണ്ട വന്നിട്ടില്ല. കാര്യമില്ലെന്നറിയാം. ഞാൻ നിങ്ങളെ വെറുതെ വിളിച്ചതാ, അപ്പോൾ നിങ്ങൾ എനിക്ക് ഉത്തരം തന്നു. അതുകൊണ്ട് ഫലാ തലൂമൂനി, എന്നെ നിങ്ങൾ കുറ്റം പറയണ്ട. വലൂമു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞാ മതി. മാ അന ബിമുസ്രിഖിക്കും, പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളെ സഹായിക്കാൻ എനിക്ക് പറ്റൂല കേട്ടോ. മഹ്ശറയെ കുറിച്ചുള്ള ഇബ്ലീസിന്റെ അറിവാണത്. നിങ്ങളെ സഹായിക്കാൻ എനിക്ക് പറ്റൂല. വമാ അൻതും ബിമുസ്രിഖിയ, നിങ്ങളെ എന്നെ സഹായിക്കുകയും വേണ്ട. അവനവിടെ അങ്ങനെ പറയൂ അത്രേ. ആരോട് പറയൂ? നമ്മളോട് പറയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത് കേൾക്കേണ്ട അവസ്ഥ വരാതെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബ്ൽ, എന്നെ പറ്റി തോന്നിയ ദിവസം പറയരുതട്ടോ അവിടെ. ഞാനത് നിഷേധിക്കുമത്രേ. ഇബ്ലീസ് മഹ്ശറിൽ കാലുമാറണമെന്ന് വിശുദ്ധ ഖുർആൻ. അവനെന്ന് അറിയണം, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് വെറുതെ പറഞ്ഞതല്ല. ബദറിൽ പണി കിട്ടിയില്ലേ? നജദിന്ന് ഒരു കാർന്നോര് വന്ന് യുദ്ധത്തിന്റെ മുറകളൊക്കെ പറഞ്ഞു കൊടുത്തു. മൂപ്പര് പറയണ കേട്ടിട്ട് അബൂജഹലിന്റെ യുദ്ധപാടവങ്ങളും തന്ത്രങ്ങളും ഉമയ്യത്തും മുത്തുബത്തും ഷൈബത്തും അമ്പരന്ന് പോകുന്ന വിധത്തിൽ അയാളുടെ ഒരു അവതരണം, വല്ലാത്ത അവതരണം. മൂപ്പര് പറഞ്ഞു, ഞാൻ മുന്നിൽ നിന്നോളാം, നിങ്ങൾ എൻ്റെ കൂടെ കൂടിയത്, ഞാൻ പറഞ്ഞതൊക്കെ പ്രാവർത്തിയാക്കാൻ ഞാൻ മുന്നിൽ നിന്നോളാം, നിങ്ങൾ എൻ്റെ പിന്നിൽ വന്നാൽ മതി. എവിടെ? ബദറിൽ. എന്നിട്ട് എന്ത് ചെയ്തു? ബദറിലേക്ക് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോ ഇബ്ലീസ് വലിയ വർത്താനം പറഞ്ഞുകൊണ്ട് ഇബ്ലീസ് അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾക്കാണ് വിജയം, ഒരാളും നിങ്ങളെ തോപ്പിക്കൂല. ഞാൻ നിങ്ങളെ സഹായിക്കാനുമുണ്ട്. ഇനി എന്താ പേടിക്കാനുള്ളത്? അവന്റെ സഹായത്തെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്ന് ആമീൻ പറയൂ. ഫലമ്മാ തറാഅത്തുൽ ഫിഅ്താൻ, ശത്രുപക്ഷം രണ്ടും കണ്ടുമുട്ടിയപ്പോൾ സഹാബത്തിന് പറയൂലോ എന്ത്? ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻപത് തിങ്കളാൽ തുണറബ്ബന. അപ്പുറത്ത് ബദരീങ്ങളായ സഹാബത്തെ, ഇപ്പുറത്ത് ഇബ്ലീസിന്റെ പിന്നിൽ അബൂജഹൽ, ഉമയ്യത്ത്, ഉത്ബത്ത്, ഷൈബത്ത്, നളർ, ഹക്കമ എല്ലാവരുമുണ്ട്. ആ സമയത്ത് ഇബ്ലീസ് പറയാണ്, കണ്ടുമുട്ടിയപ്പോ പുറകോട്ടൊരൊറ്റ ചാട്ടം, മുന്നിൽ നിന്നാള് പിന്നിപ്പോയി. ശത്രു സൈന്യം സഹാബത്തിനെ കണ്ടുമുട്ടിയപ്പോ ഇബ്ലീസ് പിന്നിലേക്ക് ചാടി. എന്നിട്ട് ഇബ്ലീസ് പിന്നിലേക്ക് ചാടിയപ്പോൾ അബൂജഹൽ ചോദിച്ചു, എന്തായി കാണിക്കുന്നത്? വഖാല, ഇബ്ലീസ് പറഞ്ഞു, ഇന്നി ബരീഉം മിൻകും, ഞാൻ നിങ്ങളിൽ നിന്നും ഒഴിവാണ്. ഇന്നി അറാ മാ ലാ തറൗൻ, അബൂജഹലെ, നിങ്ങൾ കാണാത്തത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. നജ്മുത്ത മലക്കുകൾ ആകാശത്ത് നിന്നിറങ്ങിയേ, ബഹുസുരാർപ്പൂലികളാം ബദരീങ്ങളെ. മൂപ്പരെ സ്വഭാവം നോക്കണേ, പുറകോട്ടിയാടി. എന്നിട്ട് പറയുന്നു, ഇന്നി അഖാഫുല്ലാഹ്, അല്ലാഹനെ എനിക്ക് പേടിയാ. അപ്പൊ നമ്മളെക്കാളും ഒരുപാട് ക്വാളിറ്റി ഉള്ള ആളാണ് ഇബ്ലീസ്. ഇൽമുണ്ട്, ഇബാദത്തുണ്ട്, ഈമാനുണ്ട്, അല്ലാഹനെ പേടിയുണ്ട്.
ഹിദായത്തില്ല. അള്ളാഹു നമുക്ക് ഹിദായത്ത് തരട്ടെ. അപ്പോൾ ഇബ്ലീസിന്റെ സ്വഭാവം ഇതായിരുന്നു. ഈ അർത്ഥത്തിൽ അവൻ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ ഒക്കെയുണ്ട്. ഇൻഷാ അല്ലാഹ് ഇബ്ലീസിന്റെ സന്താനങ്ങളെ കുറിച്ച് അടുത്ത ആഴ്ചയിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.